നമുക്കൊരു ചിക്കൻ ചുക്ക് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ഞാനിപ്പോൾ 4 സബോളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിരുമ്പിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ സബോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കില്ലേ, അതേപോലെ അങ്ങോട്ട് വറുത്തെടുക്കണം. ഞാനപ്പോൾ 2 ബാച്ചായിട്ടാട്ടോ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേണം കേട്ടോ അത് മിക്സ് ചെയ്യാനായിട്ട്. നേരത്തെ സബോള വറുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ വേണം കേട്ടോ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബോള ചേർത്ത് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങുമ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ല അടിപൊളി കളറും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയായിരിക്കും. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും. അനപ്പത്ത് നെയ്ച്ചോറിന്റെ കൂടെ കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. നെയ്ച്ചോറിന്റെ കൂടെ മാത്രമല്ല, പത്തിരി, പുട്ട്, ഇടിയപ്പം എന്തിന്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്.